എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. അതായത് ഇറാനിലുള്ള യുവതികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ കോഴിക്കോടുള്ള ചില യുവതികൾ ഹിജാബ് കത്തിച്ച് പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. വീട്ടിൽ നിന്നും ഹിജാബൊക്കെ അണിഞ്ഞ് അവിടെ വന്നിട്ട് നടു റോഡിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. അവിടെ വെച്ച് ഹിജാബ് ഊരി അഗ്നിക്കിരയാക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇസ്ലാമിക മതമൗലികവാദികളെ ഞെട്ടിച്ച് കോഴിക്കോട് ഹിജാബ് കത്തിച്ച യുവതികളുടെ പ്രതിഷേധം. ഇറാനിൽ നടക്കുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് ഹിജാബ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അരങ്ങേറിയത്. ഇറാനിൽ നടക്കുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് രാജ്യത്താകമാനം പിന്തുണയുണ്ടെങ്കിലും ഹിജാബ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രാജ്യത്ത് ആദ്യമായാണ് നടക്കുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ ഇസ്ലാമിക സ്വതന്ത്ര ചിന്തകരുടെ സംഘടന നടത്തിയ സെമിനാറിനൊടുവിലാണ് ഹിജാബ് കത്തിച്ചത്. യുവതികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഹിജാബ് ധരിച്ചെത്തിയ യുവതി ഹിജാബ് ഊരിമാറ്റി അഗ്നിക്കിരയാക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് പ്രതിഷേധമുണ്ടായത്. ഇസ്ലാമിക മതമൗലികവാദികളെ ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഇവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മുടെ മോഡേൺ ചിന്താഗതിയുള്ള ചേച്ചിമാരോട് അല്ലെങ്കിൽ ആൻറ്റിമാരോട് അല്ലെങ്കിൽ സഹോദരിമാരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് അവരുടെ തലയിൽ കയറില്ല. അപ്പോൾ പിന്നെ അത്തരക്കാരോട് നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാനും സാധിക്കില്ല. പക്ഷെ സാധിക്കില്ല തന്നെ. അപ്പോൾ നമ്മളവിടെ വർഗീയത കുത്തി നിറയ്ക്കുന്നു എന്നൊക്കെ ആയിപ്പോവും വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു വിഷയത്തിലൊന്നും പറയുന്നില്ല. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. പാരമ്പര്യ ഗുണങ്ങളെന്ന് പറയുന്നത് അത് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അത്തരത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അത്രയും മോഡേൺ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബപരമായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ പാരമ്പര്യം, ഇപ്പോൾ മുസ്ലിങ്ങളായാലും അവർ ഹിജാബ് ധരിച്ചിരിക്കുന്നു, അതൊക്കെ കാണാൻ തന്നെ ഒരു ചേലാണ്. അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ പലരും ചിലപ്പോൾ ഒന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇത് അഭിപ്രായം പറയാനുള്ള കാര്യം, ഇത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമാണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ നിന്നും മറുപടി ഒന്നും പറയാതിരിക്കുന്നത്, അധികം ഒന്നും സംസാരിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം കണ്ടപ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കൂ. ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇതിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പലരും വന്നിട്ട് പറയും, ഇത് ഞങ്ങളുടെ കാര്യം, ഞങ്ങൾ ഹിജാബ് ധരിക്കണോ പർദ്ദ ധരിക്കണോ എന്ത് ധരിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം ഞങ്ങൾക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളതെടുത്തിട്ടുകൊണ്ട് നടക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആരായി? അപ്പോൾ അതിലേക്കൊന്നും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനി അഥവാ ഇത്രയും ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ആർക്കെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാൻ ഹൈന്ദവ സ്ത്രീയാണ്. ഞാൻ എൻ്റെ ഹൈന്ദവ ആചാരങ്ങളിൽ അതിൽ മുറുകെ പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നെ കണ്ടാലും ഞാൻ എൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ് കഴിയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിപ്രായത്തിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികൾക്കും ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ധൈര്യമില്ലാതെ പേടിച്ച് മാറിയാണോ നീ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാത്തത് എന്നാരെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് വേണേലും കരുതാം. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തടത്ത് കയറി നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് കേൾക്കേണ്ടി വരും. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അത്ര വേദനയാണെങ്കിൽ നിങ്ങളത് ഉരുക്കളഞ്ഞിട്ട് നിങ്ങൾ തലയിൽ ഹിജാബ് കെട്ടി വെച്ചിട്ട് നടാന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആരാവുന്നു?
അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. അറിഞ്ഞ കാര്യം എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.